ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ശരിക്കും നാണം കെട്ടു. 7 വിക്കറ്റിനാണ് ഇന്ത്യ കളി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ഇന്ത്യ പരമ്പര നേടിയിരിക്കുകയാണ്. കളിച്ച 2 ടെസ്റ്റിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു എതിരാളി പോലും ആയിരുന്നില്ല. ആദ്യ ഇന്നിങ്സിൽ ബംഗ്ലാദേശ് 233 റൺസ് എടുത്തു. സെക്കൻഡ് ഇന്നിങ്സിൽ അവർ 146 റൺസ് എടുത്തു. ഇതേ സമയം ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ 285 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ത്യക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ 95 റൺസായിരുന്നു ടാർഗറ്റ്. ഇന്ത്യ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 6 റൺസ് ചേസ് ചെയ്തു. അങ്ങനെ ഇന്ത്യ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇപ്രാവശ്യത്തെ ടെസ്റ്റിൽ മഴ പെയ്ത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇന്ത്യ ഈസി ആയിട്ട് ജയിച്ചു. ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സ് T20 പോലെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ഇന്ത്യ വേഗത്തിൽ കളി ജയിച്ചത്. ഇല്ലെങ്കിൽ ഈ ടെസ്റ്റ് സമനിലയായേനെ. ഇന്ത്യൻ ടീം ടെസ്റ്റ് ചരിത്രം തന്നെ തിരുത്തി കുറിച്ചിരിക്കുകയാണ്. ഇന്നത്തെ രണ്ടാം ഇന്നിങ്സിലും ജയ്സ്വാൾ 50 അടിച്ചിട്ടുണ്ട്. 51 റൺസാണ് താരം എടുത്തിരിക്കുന്നത്. അതുപോലെ കോഹ്ലി 29 റൺസും എടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിനൊന്ന് പൊരുതാൻ പോലും സാധിച്ചില്ല. ഇന്ത്യയുടെ ബൗളിങ്ങിന് മുന്നിൽ ബംഗ്ലാദേശ് തകർന്നു വീണു. ഇന്ത്യ ആണെങ്കിൽ ബാറ്റിങ്ങിൽ മികച്ച കളിയാണ് കാഴ്ചവെക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിന് മുന്നിൽ അവർ നാണം കെട്ടു. ഇങ്ങനെ ഈസി ആയിട്ട് കളി ജയിക്കുമെന്ന് ആരും കരുതിയില്ല. ഈ ടെസ്റ്റിൽ ഇന്ത്യ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഇനി ഇന്ത്യയുടെ അടുത്ത പരമ്പര T20 ആണ്. T20 പരമ്പരയും ഇന്ത്യ നേടുമെന്നത് ഉറപ്പാണ്. അങ്ങനെ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. ഈ ടെസ്റ്റിൽ എടുത്തു പറയേണ്ടത് ജയ്സ്വാളിന്റെ പ്രകടനം തന്നെയാണ്. ഇന്നത്തെ രണ്ടാം ഇന്നിങ്സിൽ രോഹിത് ശർമ്മയ്ക്ക് ഫോം ആകാൻ സാധിച്ചില്ല. 8 റൺസ് എടുത്ത് രോഹിത് ഔട്ടായി. പിന്നീട് ഇന്ത്യക്ക് താങ്ങായത് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ്. ഒരു ഭാഗത്ത് ജയ്സ്വാൾ അടിച്ചു കളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.